Welcome to Learnino. ഇന്ന് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ് ഈ രണ്ട് ചാപ്റ്ററിൽ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതില് മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത് ബൗണ്ട് ചെയ്തിട്ടായിരിക്കും ടു നമ്പർ ഓഫ് ആനയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ്. അപ്പൊ ഇങ്ങനെ ബൗണ്ട് ചെയ്യുന്നത് ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് വഴിയായിരിക്കും കോംപ്ലക്സ് കോമ്പൗണ്ട്സിൽ ഉണ്ടാവുക. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്ലോറോഫിൽ, ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ബി12 ഇതെല്ലാം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. അതായത് ക്ലോറോഫിൽ എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് മാഗ്നീഷ്യം ആണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് അയൺ ആണ്. വൈറ്റമിൻ ബി12 എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് കൊബാൾട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വെർനേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നോക്കാം. അപ്പൊ ഈ ഒരു തിയറിയിൽ പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ മെയിൻ ആയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ മെറ്റൽസ് രണ്ട് ടൈപ്പ് ഓഫ് ലിങ്കേജസ് അല്ലെങ്കിൽ വാലൻസസ് ഷോ ചെയ്യുന്നതാണ് പറയുന്നത്. ഒന്ന് വന്നിട്ട് പ്രൈമറിയും ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് സെക്കൻഡറി. അപ്പൊ പ്രൈമറി വാലൻസ് അല്ലെങ്കിൽ പ്രൈമറി ലിങ്കേജ് എന്ന് പറയുന്നത് നോർമലി അയണൈസബിൾ ആയിരിക്കും ആൻഡ് ദേ ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. ഇനി സെക്കൻഡറി വാലൻസ് എന്ന് പറയുന്നത് നോൺ അയണൈസബിൾ ആയിരിക്കും. അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. ഇനി സെക്കൻഡറി വാലൻസ് എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആയിരിക്കും ആൻഡ് ഈ ഒരു സെക്കൻഡറി വാലൻസ് വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് ഫോർ മെറ്റൽസ് ആയിരിക്കും. ഇനി സെക്കൻഡറി ലിങ്കേജ് വഴി ബൗണ്ട് ആയിട്ടുള്ള അയോൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ടു ദി മെറ്റൽ എന്ന് പറയുന്നത് അവർക്ക് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് പർട്ടിക്കുലർ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് കോർഡിനേഷൻ നമ്പർ. അതായത് ഓരോ കോർഡിനേഷൻ നമ്പറിനും ഓരോ ടൈപ്പ് ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. മോഡേൺ ഫോർമുലേഷനിൽ നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ പോളിഹെഡ്ര എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മൾ ഫോർമുലാസ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് സ്പീഷീസ് വിത്തിൻ ദി സ്ക്വയർ ബ്രാക്കറ്റിനെ നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റി അല്ലെങ്കിൽ കോംപ്ലക്സ് എന്ന് പറയും. ഇനി അയോൺസ് ഔട്ട്സൈഡ് ദി സ്ക്വയർ ബ്രാക്കറ്റിനെ നമ്മൾ കൗണ്ടർ അയോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത് എന്തൊക്കെയാണ്? ജോമെട്രിക്കൽ ഷേപ്സ്, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ജോമെട്രിക്കൽ ഷേപ്സ് അദ്ദേഹം പറഞ്ഞു. അതായത് ഒക്ടാഹെഡ്രൽ, ടെട്രാഹെഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനർ ജോമെട്രിക്കൽ ഷേപ്സ് ആണ് മോസ്റ്റ് കോമൺലി കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കാണുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോംപ്ലക്സ് സോൾട്ട് എന്താന്ന് നോക്കാം. കോംപ്ലക്സ് സോൾട്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ആനയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആനയോൺസും ന്യൂട്രൽ മോളിക്യൂൾസും രണ്ടിനെയും നമ്മളൊരു മെറ്റൽ അയോൺ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ കോംപ്ലക്സ് സോൾട്ട് ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോർ സോൾട്ട്, പൊട്ടാഷ്, ആലം ഒക്കെയാണ് കോംപ്ലക്സ് സോൾട്ടിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡബിൾ സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സിമ്പിൾ സോൾട്ടിനെ കമ്പൈൻ ചെയ്തിട്ട്, ഓക്കെ, രണ്ട് സിമ്പിൾ സോൾട്ടിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഡബിൾ സോൾട്ട് ഫോം ചെയ്യുന്നത്. അത് വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിസ്റ്റൽ ആയിട്ട് ഫോം ചെയ്യും. ഇതാണ് ഡബിൾ സോൾട്ട് എന്ന് പറയുന്നത്. ഇനി ഡബിൾ സോൾട്ടിന് എക്സാമ്പിൾ വരുന്നത് സോഡിയം അലുമിനേറ്റ്, പൊട്ടാസ്യം ഫെറോസയനൈഡ് ഒക്കെയാണ്. ഇനി നെക്സ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് കോർഡിനേഷൻ എൻറ്റിറ്റി ആണ്. കോർഡിനേഷൻ, നമ്മളൊരു കെമിക്കൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ അതിൽ സെൻട്രൽ അയോൺ അല്ലെങ്കിൽ ആറ്റം, സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് നമ്പർ ഓഫ് ആറ്റംസിനോട് അല്ലെങ്കിൽ മോളിക്യൂൾസിനോടോ അയോൺസിനോടോ ഒക്കെ ബൗണ്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കെമിക്കൽ കോമ്പൗണ്ടിനെ നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് എക്സാമ്പിൾ വരുന്നത് ഇത് രണ്ടുമാണ്. ഇനി നെക്സ്റ്റ് സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ അയോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ആറ്റംസിനോട്, മോളിക്യൂൾസിനോട്, അയോൺസിനോടൊക്കെ ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്, അയോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അത് തന്നെയാണ് സെൻട്രൽ ആറ്റം ആൻഡ് അയോൺ എന്ന് പറയുന്നത്. നോർമലി കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ലൂയിസ് ആസിഡ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആയിട്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ആക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ലിഗാൻഡ്സ് ആണ്. ആ സെൻട്രൽ ആറ്റത്തിനോട് അല്ലെങ്കിൽ അയോണിനോട്
ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആറ്റംസ്, മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസിനെയാണ് നമ്മൾ ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ലിഗാൻഡ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു അയോൺ ആവാം, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ആവാം. എന്ത് വേണമെങ്കിലും ലിഗാൻഡ്സിന്റെ പൊസിഷനിൽ വരാം. ഫോർ എക്സാമ്പിൾ Cl-NH3 അതെല്ലാം ലിഗാൻഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള സെൻട്രൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് total number of sigma bonds through which ligands are bound to coordination center ആയിരിക്കും. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കോർഡിനേഷൻ നമ്പർ ഓഫ് നിക്കൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാല് 4 ആണ് ഇവിടെ കോർഡിനേഷൻ നമ്പർ വരുന്നത്. ഇനി നെക്സ്റ്റ് നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. നമ്മള് ലിഗാൻഡ്സ് നോർമലി എഴുതുന്നത് സെൻട്രൽ മെറ്റൽ അയോണിന് മുമ്പായിട്ടാണ്, കോംപ്ലക്സ് കോർഡിനേഷൻ കോംപ്ലക്സിന്റെ നെയിം എഴുതുന്ന ടൈമില്. ഇനി കോർഡിനേഷൻ സെന്റർ മോർ ദാൻ 1 ലിഗാൻഡിനോട് ബൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് നെയിം ഓഫ് ലിഗാൻഡ് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും എഴുതുന്നത്, വിച്ച് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ന്യൂമറിക്കൽ പ്രിഫിക്സസ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ദി ലിഗാൻഡ്സ്. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ടില് കുറെ അധികം മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്പർ ഓഫ് ലിഗാൻഡ്സിന് കൊടുക്കുന്ന പ്രിഫിക്സിന്റെ ടൈപ്പ് വരുന്നത് ഇങ്ങനെയായിരിക്കും, ഡൈ, ട്രൈ, ടെട്ര, അങ്ങനെയായിരിക്കും ആ ഒരു പ്രിഫിക്സ് പോകുന്നത്. ഇനി കുറെ അധികം പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് നമ്മൾ സെൻട്രൽ മെറ്റൽ അയോണിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ കേസിൽ പ്രിഫിക്സ് വരുന്നത് ഇങ്ങനെയായിരിക്കും, ബിസ്, ട്രിസ്, ഈ ഒരു രീതിക്കായിരിക്കും പ്രിഫിക്സ് പോകുന്നത്. ഇനി ചില ന്യൂട്രൽ ലിഗാൻഡ്സിന് സ്പെസിഫിക് നെയിംസ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ NH3ക്ക് നമ്മൾ അമീൻ എന്നാണ് പറയുന്നത്. ഇനി H2Oക്ക് നമ്മൾ അക്വ അല്ലെങ്കിൽ അക്വോ എന്നാണ് പറയുന്നത്. ഇനി CO ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബണൽ ഗ്രൂപ്പ് ആണ്. NO എന്താണ്? നൈട്രോസൈൽ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലുള്ള ടൈപ്സ് ഓഫ് ഐസോമറിസം ആണ്. ഐസോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഐസോമേഴ്സിന് സെയിം കെമിക്കൽ ഫോർമുല ആയിരിക്കും, അതായത് രണ്ടോ അതിൽ കൂടുതലോ കോമ്പൗണ്ട്സിന് സെയിം കെമിക്കൽ ഫോർമുല ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സിനാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് നമ്മൾ 2 ടൈപ്സ് ഓഫ് ഐസോമറിസം കാണുന്നുണ്ട്. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? സ്റ്റീരിയോ ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം. ഇനി സ്റ്റീരിയോ ഐസോമറിസം തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം ആൻഡ് ജോമെട്രിക്കൽ ഐസോമറിസം. ഇനി സ്റ്റീരിയോ ഐസോമറിസത്തിൽ എന്താണ് വരുന്നത്? സ്റ്റീരിയോ ഐസോമറിസത്തില് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് സെയിം കെമിക്കൽ ബോണ്ട് ആയിരിക്കും, ഓക്കെ, പക്ഷെ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ കേസ് വരുന്നത്. ഇനി ഒപ്റ്റിക്കൽ ഐസോമറിസം എന്താന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് എന്ന് പറയുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഐസോമേഴ്സിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ എനാൻഷോമേഴ്സ് എന്ന് പറയുന്നത്. ഇതും അഗെയിൻ സിംപ്ലി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഓക്കെ. അതായത് ഐസോമർ ദാറ്റ് റൊട്ടേറ്റ്സ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടുവേർഡ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് പറയുന്നത് ഡെക്സ്ട്രോ അല്ലെങ്കിൽ ഡി ഓർ പ്ലസ് ഐസോമർ ആയിരിക്കും. ഇനി ഐസോമർ ദാറ്റ് റൊട്ടേറ്റ്സ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടുവേർഡ്സ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ലീവോ ഐസോമർ, എൽ അല്ലെങ്കിൽ മൈനസ് ഐസോമർ എന്നാണ് പറയുന്നത്, ഓക്കെ. ഇനി ഇക്വമോളാർ മിക്സ്ചർ ഓഫ് ഡെക്സ്ട്രോ ആൻഡ് ലീവോ ഐസോമർ എന്ന് പറയുന്നത് എന്താണ്? റേസ്മിക് മിക്സ്ചർ ആയിരിക്കും. ഇതാണ് ഒപ്റ്റിക്കൽ ഐസോമർസിന്റെ എക്സാമ്പിൾ വരുന്നത്. ഇതിന്റെ നമ്മള് മിറർ ഇമേജ് എടുക്കാനായിട്ട് നോക്കിയാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. ജോമെട്രിക്കൽ ഐസോമറിസം നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഹെട്രോലെപ്റ്റിക് കോമ്പൗണ്ട്സിലാണ്, അതായത് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ലിഗാൻഡുള്ള കോംപ്ലക്സസ് ആണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സസ്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലക്സസിലാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ ഡിഫറെന്റ് പോസിബിൾ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ലിഗാൻഡ്സ് ആണ് ഉള്ളത് ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ, ഓക്കെ. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കോർഡിനേഷൻ നമ്പർ ഈക്വൽ ടു 4 and 6 വരുന്ന കേസിലാണ് ജോമെട്രിക്കൽ ഐസോമറിസം കൂടുതലായിട്ടും കാണുന്നത്.
അപ്പൊ ജോമെട്രിക്കൽ ഐസോമെറിസം അഗെയിൻ സിസ് ആൻഡ് ട്രാൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെയും ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമെറിസം വരുന്നത് സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്. അപ്പൊ സ്ട്രക്ചറൽ ഐസോമേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ബോൺസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് സ്ട്രക്ചറൽ ഐസോമെറിസം അഗെയിൻ 4 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലിങ്കേജ് ഐസോമെറിസം, കോർഡിനേഷൻ ഐസോമെറിസം, അയോണൈസേഷൻ ഐസോമെറിസം ആൻഡ് സോൾവേജ് ഐസോമെറിസം. ഇനി ലിങ്കേജ് ഐസോമെറിസം എന്ന് പറയുന്നത് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ് ഉള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ എക്സാമ്പിൾ വരുന്നത് ഈ ഫോർമാറ്റിലായിരിക്കും. ഇനി കോർഡിനേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക മെയിൻ ആയിട്ട് എല്ലാത്തിന്റെയും. ഓക്കെ. ആ ഒരു ഫോർമാറ്റ് ഓർത്ത് വെക്കുക. അതായിരിക്കും നമുക്ക് എൻട്രൻസിന് ചോദിക്കുക കൂടുതലും. അപ്പൊ കോർഡിനേഷൻ ഐസോമെറിസത്തില് ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻഡ്സ് ആണ് ഒക്കർ ചെയ്യുന്നത് ബിറ്റ്വീൻ കാറ്റയോണിക് ആൻഡ് ആനയോണിക് എൻറ്റിറ്റീസ് ഓഫ് ഡിഫറെന്റ് മെറ്റൽ അയോൺസ്. ഇനി നെക്സ്റ്റ് അയോണൈസേഷൻ ഐസോമെറിസം ആണ്. അപ്പൊ കോംപ്ലക്സ് സോൾട്ടിന്റെ കേസിലായിരിക്കും അയോണൈസേഷൻ ഐസോമെറിസം മെയിൻ ആയിട്ടും ഒക്കർ ചെയ്യുന്നത്. അതായത് കോംപ്ലക്സ് സോൾട്ടിലുള്ള കൗണ്ടർ അയോണിനെ നമ്മൾ ലിഗാൻഡ് വെച്ചിട്ട് ലിഗാൻഡ് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് സോൾവേജ് ഐസോമെറിസം ആണ്. അപ്പൊ അയോണൈസേഷൻ ഐസോമെറിസത്തിന് ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് ഈ സോൾവേജ് ഐസോമെറിസം വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? കോമ്പൗണ്ട്സ് ഇവിടെ ഡിഫർ ആവുന്നത് ഡിപ്പെൻഡിങ് ഓൺ നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ആയിരിക്കും വിച്ച് ആർ ഡയറക്ട്ലി ബോണ്ടഡ് ടു ദി മെറ്റൽ അയോൺ. അതിന്റെ എക്സാമ്പിൾ വരുന്നത് ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് ബോണ്ടിങ്സ് ആണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കണ്ടുവരുന്നത്. ദാറ്റ് ഈസ് വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ VB തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അല്ലെങ്കിൽ CF തിയറിയാണ്. ഓക്കെ. അപ്പൊ എന്താണ് വാലൻസ് ബോണ്ട് തിയറി നോക്കാം. അപ്പൊ ഈ ഒരു തിയറി അനുസരിച്ചിട്ട് മെറ്റൽ അയോൺസ് അല്ലെങ്കിൽ അയോൺസിന് ലിഗാൻഡ്സിന്റെ ഇൻഫ്ലുവൻസിൽ ഓർബിറ്റൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് N-1d ഓർബിറ്റൽ, NS ഓർബിറ്റൽ, NP, NS, ND ഓർബിറ്റൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തിനാണ് ഈ ഒരു ഓർബിറ്റൽസ് യൂസ് ചെയ്യുന്നത്? ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് അല്ലെ. ഇക്വലന്റ് ഓർബിറ്റൽസ് ഓഫ് ഡെഫിനിറ്റ് ജോമെട്രി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് ഈ ഓർബിറ്റൽസ് ലിഗാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ലിഗാൻഡ് ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്യാനായിട്ട് അലൗഡ് ആണ്. അപ്പൊ ഇതുവഴി ഇലക്ട്രോൺ പെയർസ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അപ്പൊ ഇതാണ് വാലൻസ് ബാൻഡ് തിയറിയുടെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അല്ലെങ്കിൽ CFT തിയറിയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് മോഡൽ ആണ്. ഇവിടെ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് നമ്മൾ അയോണിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് റൈസ് അപ്പ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻഡ്സ് എന്നാണ്. ഇനി ഇവിടെ നമ്മൾ ലിഗാൻഡ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് പോയിന്റ് ചാർജസ് ആയിട്ടാണ് ഇൻ കേസ് ഓഫ് ആനയോൺസ്, അല്ലെങ്കിൽ പോയിന്റ് ഡൈപോൾസ് ആയിട്ടായിരിക്കും ഇൻ കേസ് ഓഫ് ന്യൂട്രൽ മോളിക്യൂൾസ്. ഇനി 5 d ഓർബിറ്റൽസ് ഐസൊലേറ്റഡ് ഗേഷ്യസ് മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോണിന് ഉണ്ടാവും. അതിന് സെയിം എനർജി ആയിരിക്കും. അതായത് അതിനെ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഡീജനറേറ്റ് ഓർബിറ്റൽസിനെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു സ്പെറിക്കലി സിമെട്രിക്കൽ ഫീൽഡ് ഓഫ് നെഗറ്റീവ് ചാർജസിനെ സറൗണ്ട് ചെയ്തിട്ട് മെറ്റൽ ആറ്റോൺ അല്ലെങ്കിൽ അയോൺ ഉണ്ടെങ്കിൽ ഈ ഡീജനറൻസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ കൺസെപ്റ്റ് വരുന്നത്. ഇനി ഒക്കറൻസസ് ഓഫ് മെറ്റൽ നോക്കുകയാണെങ്കിൽ മെറ്റൽ ലിസ്റ്റിൽ അലൂമിനിയം ആണ് മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ. ദെൻ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ സെക്കൻഡ് മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ ആണ് അയൺ. അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റൽസും അതിന്റെ ഓർസും ആണ് നമ്മൾ ഈ ഒരു ടേബിളിൽ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അലൂമിനിയത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓറാണ് ബോക്സൈറ്റ്. അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ഓറാണ് അലൂമിനിയത്തിന്റെ കാവോലിനൈറ്റ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഫോം ഓഫ് ക്ലേ ആണ് ആക്ച്വലി. ദെൻ അയൺ ഓർസ് ആണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ആൻഡ് അയൺ പൈറൈറ്റ്സ്. ദെൻ കോപ്പർ ഓർ നോക്കുകയാണെങ്കിൽ കോപ്പർ പൈറൈറ്റ്സ്, മാലക്കൈറ്റ്, കുപ്രൈറ്റ് ആൻഡ് കോപ്പർ ഗ്ലാൻസ്. ദെൻ ലാസ്റ്റ് സിങ്ക് ഓർ ആണ് സിങ്ക് ബ്ലെൻഡ് ഓർ സ്പാലറൈറ്റ്.
കാലമിൻ ആൻഡ് സിങ്കൈറ്റ്. ഇനി ഓഴ്സിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ കോൺസെൻട്രേഷൻ, ഡ്രസ്സിംഗ്, ബെനിഫാക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓഴ്സിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഹൈഡ്രോളിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് ആൻഡ് ലീച്ചിങ്. ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത് ഓറിന്റെയും ഗാങ് പാർട്ടിക്കിൾസിന്റെയും ഗ്രാവിറ്റി ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. ദെൻ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഓർ കമ്പോണന്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്യും. ആൻഡ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് നമ്മൾ സൾഫൈഡ് ഓഴ്സിൽ നിന്നുള്ള ഗാങ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ദെൻ ലീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്യൂട്ടബിൾ സോൾവെന്റിൽ സോലബിൾ ആണെങ്കിൽ നമ്മൾ ലീച്ചിങ് പ്രോസസ്സാണ് നോർമലി അഡോപ്റ്റ് ചെയ്യുന്നത്. Then next, extraction of crude metal from concentrated ore ആണ്. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ് ആണ് വരുന്നത്. ഫസ്റ്റ് കൺവേർഷൻ ടു ഓക്സൈഡും സെക്കൻഡ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റലും. ഫസ്റ്റ് ഓക്സൈഡ് കൺവേർഷനിൽ രണ്ട് പ്രോസസ്സ് വരുന്നുണ്ട്, കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. കാൽസിനേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇവിടെ ഹീറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. when the volatile matter escapes leaving behind the metal oxide. ഇനി റോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അവിടെ ഓറിനെ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുകയാണ് ഇൻ എ റെഗുലർ സപ്ലൈ ഓഫ് എയർ ആൻഡ് മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റിനെക്കാട്ടും ബിലോ ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കും ഇവിടെ റോസ്റ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ ഹീറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെറ്റലർജിയിൽ പ്രോസസ്സിൽ വരുന്ന തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പി, then T is the temperature and delta S is the change in entropy. Or delta G0 equal to minus RT into natural logarithm of K. ഇവിടെ K എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. ഇനി ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ് ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ്, വാല്യൂ ഓഫ് ടി ഡെൽറ്റ എസ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഡെൽറ്റ ജി അവിടെ നെഗറ്റീവ് ആവുള്ളൂ. നമ്മൾ ഒരു സിസ്റ്റത്തിൽ റിയാക്ടൻസും പ്രൊഡക്ട്സും ഒരുമിച്ചിട്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ നെറ്റ് ഡെൽറ്റ ജി ഓഫ് ദി ടു പോസിബിൾ റിയാക്ഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ഓവറോൾ റിയാക്ഷൻ ഒക്കർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സിന്റെ ഇന്റർപ്രിട്ടേഷനിൽ മെയിൻ ആയിട്ട് രണ്ട് റിയാക്ഷന്റെ കപ്ലിംഗ് ആണ് വരുന്നത്. അതായത് ഗെറ്റിംഗ് ദി സം ഓഫ് ദെയർ ഡെൽറ്റ ജി ആൻഡ് ലുക്കിംഗ് ഫോർ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് സൈൻ. അപ്പൊ ഇത് നമുക്ക് ഗിബ്സ് എനർജി വെർസസ് ടെമ്പറേച്ചർ പ്ലോട്ട് വെച്ചിട്ട് ഇത് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്ലോട്ടിന് നമ്മൾ പറയുന്ന പേരാണ് എല്ലിൻഗം ഡയഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റിഡക്ഷൻ ടൈമിലൊക്കെ ഫീസിബിലിറ്റി ഓഫ് തെർമൽ റിഡക്ഷൻ ഓഫ് ഓറിനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എല്ലിൻഗം ഡയഗ്രാം വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ക്രൈറ്റീരിയൻ ഓഫ് ഫീസിബിലിറ്റി ഈസ് ദാറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഗിബ്സ് എനർജി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. ഇനി reducing agent forms its oxide when the metal oxide is reduced. Role of reducing agent എന്താണ് ഇവിടെ, to provide delta G0 negative and large enough to make the sum of delta G0 of the two reactions negative. റിഡക്ഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, മെറ്റൽ ഓക്സൈഡ് അവിടെ ഡീകമ്പോസ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിഫൈനിങ് മെത്തേഡ് ആണ്. ഇംപ്യൂരിറ്റീസ് വെച്ചിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ ആണ് നമ്മളിത് മെയിൻലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, ഇലക്ട്രോളിസിസ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ് ആൻഡ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്സ്. ഇപ്പൊ ഡിസ്റ്റിലേഷൻ നമ്മൾ ലോ ബോയിലിംഗ് മെറ്റൽസിനാണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് സിങ്ക് ആൻഡ് മെർക്കുറി. ഇവിടെ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ ഇവാപറേറ്റ് ചെയ്യാണ് ടു ഒബ്റ്റെയിൻ പ്യൂർ മെറ്റൽ ആസ് ഡിസ്റ്റിലേറ്റ്. ദെൻ ലിക്വേഷൻ എന്താണ്, ഇവിടെയും ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് ടിന്നിന്റെ കേസിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ടിൻ ക്യാൻ ബി മെയ്ഡ് ടു ഫ്ലോ ഓൺ എ സ്ലോപ്പിംഗ് സർഫസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഹയർ മെൽറ്റിംഗ് ഇംപ്യൂരിറ്റീസിൽ നിന്ന് ഈ ഒരു ലോ മെൽറ്റിംഗ് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ദെൻ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിൽ എന്താണ്, ഇംപ്യൂർ മെറ്റലിനെ നമ്മൾ ആനോഡായിട്ട് വെക്കുന്നു ആൻഡ് കാഥോഡായിട്ട് നമ്മൾ എന്താണ് വെക്കുന്നത്, ആ ഒരു സെയിം മെറ്റലിന്റെ ഒരു പ്യൂർ ആയിട്ടുള്ള സ്ട്രിപ്പ് ഫോമിന് നമ്മൾ കാഥോഡായിട്ട് വെക്കുന്നു. ഇത് രണ്ടും നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് ബാത്തിൽ വെച്ചിട്ട് സോൾബിൾ ആയിട്ടുള്ള സോൾട്ടും വെച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം മോർ ബേസിക് ആയിട്ടുള്ള മെറ്റൽ ആ ഒരു സൊല്യൂഷനിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു ആൻഡ് ലെസ് ബേസിക് ആയിട്ടുള്ള മെറ്റൽ എന്താണ് ആനോഡ് മഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോപ്പർ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സിങ്കും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് സോൺ റിഫൈനിങ് ആണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? വെൻ ഇംപ്യൂരിറ്റീസ് ആർ മോർ സോൾബിൾ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ദാൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഓഫ് മെറ്റൽ. നമ്മളൊരു സർക്കുലർ ആയിട്ടുള്ള ഒരു മൊബൈൽ ഹീറ്റർ ഒരു എൻഡ് ഓഫ് റോഡിൽ വെച്ചിരിക്കുകയാണ് ഓഫ് ദി ഇംപ്യൂർ മെറ്റൽ. അപ്പൊ ഹീറ്ററിന്റെ കൂടെ തന്നെ ആ ഒരു മോൾട്ടൺ സോണ് മൂവ് ചെയ്യും ആൻഡ് ഈസ് മൂവ്ഡ് ഫോർവേഡ്. ഹീറ്റർ ഫോർവേഡ് മൂവ് ചെയ്യുന്ന സമയത്ത് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ആ ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ നിന്ന് ക്രിസ്റ്റലൈസ് ഔട്ട് ആവും ആൻഡ് ഇംപ്യൂരിറ്റീസ് പാസ് ഓൺ ഇൻ ടു ദി അഡ്ജസന്റ് മോൾട്ടൺ സോൺ. ഈ ഒരു പ്രോസസ് നമ്മൾ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും ആൻഡ് ഹീറ്റർ ഈസ് മൂവ്ഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആൻഡ് അറ്റ് വൺ എൻഡ് ഇംപ്യൂരിറ്റീസ് ഗെറ്റ് കോൺസെൻട്രേറ്റഡ്. ആ എൻഡ് നമ്മൾ കട്ട് ഓഫ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് നമ്മൾ സെമി കണ്ടക്ടറിന്റെ പ്രൊഡക്ഷൻ ലൈക്ക് ജെർമേനിയം, സിലിക്കണിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ആണ് നമ്മളിത് മെയിൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് ആണ്. അപ്പൊ അബ്സോർപ്ഷൻ റിക്വയർഡ് ആയിട്ടുള്ള കേസസിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം Al2O3 ഒക്കെ എക്സ്ട്രാക്ഷൻ നമ്മൾ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്സ് ആണുള്ളത്. ലൈക്ക് പേപ്പർ ക്രൊമാറ്റോഗ്രഫി, കോളം ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഒക്കെ അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്സ് നമുക്ക് ഓരോ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അഡോപ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അലൂമിനിയം, കോപ്പർ, സിങ്ക്, അയൺ ഇതിന്റെയൊക്കെ യൂസസ് നമുക്ക് നോക്കാം. അലൂമിനിയം ഫോയിൽസ് നമ്മൾ റാപ്പേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഫുഡ് മെറ്റീരിയൽസിന്. ഓക്കെ, അപ്പൊ അലൂമിനിയം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രോമിയം, മാംഗനീസ് ഇതിന്റെയൊക്കെ എക്സ്ട്രാക്ഷനും നമ്മൾ ഈ ഒരു മെറ്റൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി പെയിന്റില്, ലാക്വേഴ്സിലൊക്കെ നമ്മൾ ഫൈൻലി ഡിവൈഡഡ് ഡസ്റ്റ് ഓഫ് അലൂമിനിയം മെറ്റൽ ആണ് യൂസ് ചെയ്യുന്നത്. അലൂമിനിയം വയേഴ്സ് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ കോപ്പർ വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പർപ്പസ് ഏരിയാസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ വാട്ടർ ആൻഡ് സ്റ്റീം പൈപ്പ് മേക്കിങ്ങിലും നമ്മൾ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. സിങ്ക് നമ്മൾ അയൺ ഗാൽവനൈസേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ ബാറ്ററീസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അലോയ് മേക്കിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. സിങ്ക് ഡസ്റ്റ് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, അത് നമ്മൾ ഡൈ സ്റ്റഫിൽ, പെയിന്റിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കാസ്റ്റ് അയൺ നമ്മൾ സ്റ്റൗ കാസ്റ്റിങ്ങിന്, അതുപോലെ തന്നെ റെയിൽവേ സ്ലീപ്പേഴ്സിൽ, ഗട്ടർ പൈപ്സിൽ, ടോയ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ കാസ്റ്റ് അയൺ നമ്മൾ റോട്ട് അയൺ ആൻഡ് സ്റ്റീലിന്റെ മാനുഫാക്ചറിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നിക്കൽ സ്റ്റീൽ നമ്മൾ കേബിൾ മേക്കിങ്ങിൽ, ഓട്ടോമൊബൈൽസിൽ, പെൻഡുലത്തിൽ, ക്രഷിംഗ് മെഷീൻസിൽ, ഓട്ടോമൊബൈൽസിൽ, യൂട്ടൻസിൽസിൽ എല്ലാത്തിലും തന്നെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് നിക്കൽ സ്റ്റീൽ. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ നമ്മുടെ ടോപ്പിക്സ്. താങ്ക് യു.